പ്രിയപ്പെട്ട കുട്ടികളെ, സൊല്യൂഷൻ എന്ന ചാപ്റ്ററാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ അടുത്ത ടേമാണ് സാച്ചുറേറ്റഡ് ആൻഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. എ സൊല്യൂഷൻ ഇൻ വിച്ച് നോ മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ഈസ് കോൾഡ് എ സാച്ചുറേറ്റഡ് സൊല്യൂഷൻ. ഇപ്പോൾ ഒരു സോൾവെൻറ്റിലേക്ക് നമ്മൾ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിയുമ്പോൾ അത് ലയിക്കാത്തൊരവസ്ഥ വരും. അങ്ങനെ വീണ്ടും വീണ്ടും സൊല്യൂട്ട് ലയിക്കാത്ത സൊല്യൂഷനെയാണ് സാച്ചുറേറ്റഡ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഹിയർ ദർ ഈസ് എ ഡൈനാമിക് ഇക്വിലിബ്രിയം ബിറ്റ്വീൻ ഡിസോൾവ്ഡ് സൊല്യൂട്ട് ആൻഡ് അൺഡിസോൾവ്ഡ് സൊല്യൂട്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇക്വിലിബ്രിയം എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാച്ചുറേറ്റഡ് സൊല്യൂഷനിൽ ഒരു ഇക്വിലിബ്രിയം സന്തുലനാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. ഡിസോൾവ്ഡ് സൊല്യൂട്ടും അൺഡിസോൾവ്ഡ് സൊല്യൂട്ടും തമ്മിലാണ് ആ ഇക്വിലിബ്രിയം നിലനിൽക്കുന്നത്. എ സൊല്യൂഷൻ ഇൻ വിച്ച് മോർ സൊല്യൂട്ട് ക്യാൻ ബി ഡിസോൾവ്ഡ് അറ്റ് ദി സെയിം ടെമ്പറേച്ചർ ഈസ് കോൾഡ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അപ്പോൾ ഒരു സൊല്യൂഷനിൽ സൊല്യൂട്ട് വീണ്ടും വീണ്ടും ലയിക്കുന്നുണ്ടെങ്കിൽ അത്തരം സൊല്യൂഷനെ വിളിക്കുന്ന പേരാണ് അൺസാച്ചുറേറ്റഡ് സൊല്യൂഷൻ. അടുത്തത് സൊലുബിലിറ്റി എന്നാൽ എന്താണ്? ഇത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ദ മാക്സിമം എമൗണ്ട് ഓഫ് സൊല്യൂട്ട് ദാറ്റ് ക്യാൻ ബി ഡിസോൾവ്ഡ് ഇൻ എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് സോൾവെൻറ്റ്. ഒരു നിശ്ചിത അളവ് സോൾവെൻറ്റിൽ ലയിക്കുന്ന സൊല്യൂട്ടിൻ്റെ മാക്സിമം അളവിനെയാണ് സൊലുബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തതായി നമുക്ക് ഒരു സോളിഡ് ഒരു ലിക്വിഡിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന സൊല്യൂഷൻ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. സൊലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ എ ലിക്വിഡ്. അത്തരം സൊല്യൂഷനിൽ എന്തൊക്കെ ഘടകങ്ങളാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദി ഫോളോയിങ് ഫാക്ടേഴ്സ്. അതിൽ ഫസ്റ്റ് ഫാക്ടറാണ് ഒന്ന്, നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്. സോൾവെൻറ്റിൻ്റെയും സൊല്യൂട്ടിൻ്റെയും നേച്ചർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ പോളാർ സോൾവെൻറ്റ് ആൻഡ് നോൺ പോളാർ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ നോൺ പോളാർ സോൾവെൻറ്റ്. പോളാർ സൊല്യൂട്ടുകൾ പോളാർ സോൾവെൻറ്റിലും നോൺ പോളാർ സൊല്യൂട്ടുകൾ നോൺ പോളാർ സോൾവെൻറ്റിലുമാണ് ലയിക്കുക. ഉദാഹരണത്തിന് സാൾട്ട്, ഷുഗർ, ഇത് രണ്ടും പോളാർ സൊല്യൂട്ടുകളാണ്. ഇത് രണ്ടും പോളാർ സോൾവെൻ്റായ വെള്ളത്തിൽ നന്നായിട്ട് ലയിക്കും. നാഫ്തലിൻ, ആന്ത്രസിൻ നോൺ പോളാർ സൊല്യൂട്ടുകളാണ്. ഇവ രണ്ടും നോൺ പോളാർ സോൾവെൻ്റായ ബെൻസീനിൽ നന്നായിട്ട് ലയിക്കും. തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് സാൾട്ടും ഷുഗറും ബെൻസീനിൽ ഇട്ടാൽ ലയിക്കില്ല. നാഫ്തലും ആന്ത്രസീനും വെള്ളത്തിലിട്ടാലും ലയിക്കില്ല. ഇൻ ജനറൽ, എ സൊല്യൂട്ട് ഡിസോൾവ് ഇൻ എ സോൾവെൻറ്റ് ഇഫ് ദ ഇന്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് ആർ സിമിലർ ഇൻ ടു. പൊതുവായി പറയുകയാണെങ്കിൽ, ഒരു സൊല്യൂട്ട് ഒരു സോൾവെൻറ്റിൽ ലയിക്കണമെങ്കിൽ സൊല്യൂട്ടിലെ ഇന്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസ് അതുപോലെ സോൾവെൻറ്റിലെ ഇന്റർമോളിക്കുലാർ ഇൻട്രാക്ഷൻസും സിമിലർ ആയിരിക്കണം. ഡിസിമിലർ ആണെങ്കിൽ ലയിക്കില്ല. രണ്ടാമത്തെ ഫാക്ടറാണ് ടെമ്പറേച്ചർ. സൊലുബിലിറ്റി ഇൻക്രീസസ് വിത്ത് റൈസ് ഇൻ ടെമ്പറേച്ചർ ഇഫ് ദ ഡിസൊല്യൂഷൻ പ്രോസസ് ഈസ് എൻഡോതെർമിക്. സോളിഡ് ലിക്വിഡ് ലയിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഡിസൊല്യൂഷൻ. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ ഡിസൊല്യൂഷൻ പ്രോസസ് എൻഡോതെർമിക് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ, ഡിസൊല്യൂഷൻ എൻഡോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കൂടും. അതിൻ്റെ എക്സാമ്പിളാണ് ഡിസൊല്യൂഷൻ ഓഫ് NaCl, KCl ഇൻ വാട്ടർ. ഇതൊക്കെ എൻഡോതെർമിക്കാണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുന്നതിനനുസരിച്ച് NaCl ഉം KCl ഒക്കെ വെള്ളത്തിൽ കൂടുതൽ ലയിച്ചുകൊണ്ടിരിക്കും. Solubility decreases with the rise in temperature if dissolution process is exothermic. Dissolution exothermic ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും സൊല്യൂബിലിറ്റി കുറയുന്നതാണ് കാണുന്നത്.
എക്സാമ്പിൾ നോക്കാം, ഡിസൊല്യൂഷൻ ഓഫ് NaOH ഓർ KOH ഇൻ വാട്ടർ. സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഒക്കെ വെള്ളത്തിൽ ലയിക്കുമ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടിക്കൊടുത്താൽ അതിൻ്റെ സൊലുബിലിറ്റി കുറയുന്നതായിട്ട് കാണും. അപ്പോൾ രണ്ട് ഘടകങ്ങളാണ് ഒരു സോളിഡ് ലിക്വിഡ് ലയിക്കുമ്പോൾ അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് നേച്ചർ ഓഫ് സൊല്യൂട്ട് ആൻഡ് സോൾവെൻറ്റ്, രണ്ടാമത്തത് ടെമ്പറേച്ചർ. ആ ടെമ്പറേച്ചർ എൻഡോതെർമിക് ആണ് ഡിസൊല്യൂഷൻ പ്രോസസ് എങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കൂടും. ഡിസൊല്യൂഷൻ പ്രോസസ് എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് സൊലുബിലിറ്റി കുറയും. ഇനി പ്രഷറിന് വല്ല ഇഫക്റ്റും ഇത്തരം സൊല്യൂഷനിലുണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ആൻസർ ഇതാണ്: പ്രഷർ ഡസ് നോട്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ സൊലുബിലിറ്റി ഓഫ് സോളിഡ് ഇൻ ലിക്വിഡ്. പ്രഷറിന് യാതൊരുവിധ ഇഫക്റ്റും ഇല്ല. ഇതിൻ്റെ കാരണം it is because solids and liquids are highly incompressible and practically remain unaffected by changes in pressure. നമുക്കറിയാം സോളിഡും ലിക്വിഡും ഒക്കെ ഇൻകംപ്രസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ പ്രഷറിലുണ്ടാകുന്ന മാറ്റം അവയെ ഒരു തലത്തിലും ബാധിക്കുന്നില്ല. ഇനി മറ്റൊരു കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, സൊലുബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ ലിക്വിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞത് സൊലുബിലിറ്റി ഓഫ് എ സോളിഡ് ഇൻ ലിക്വിഡ് ആണ്. ഇനി ഒരു വാതകം ലിക്വിഡിൽ ലയിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. അപ്പോൾ അതിന് ഏതൊക്കെ ഘടകങ്ങളാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന് ടെമ്പറേച്ചർ, രണ്ടാമത്തത് പ്രഷർ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗ്യാസ് വെള്ളത്തിൽ ലയിക്കുന്ന പ്രോസസ്സ്, ആ ഡിസൊല്യൂഷൻ പ്രോസസ്സ് എക്സോതെർമിക് ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസൊല്യൂഷൻ എക്സോതെർമിക് ആണെങ്കിൽ ടെമ്പറേച്ചർ കൂടുന്തോറും സൊലുബിലിറ്റി കുറയും. അപ്പോൾ അത് ഇവിടെയും ബാധകമാണ്. സൊലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ്സ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുന്ന ആ പ്രോസസ്സ് കുറയും. കാരണം ബിക്കോസ് ഡിസൊല്യൂഷൻ ഓഫ് ഗ്യാസ് ഇൻ ലിക്വിഡ് ഈസ് എക്സോതെർമിക്. ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുന്ന പ്രോസസ്സ് എക്സോതെർമിക് ആണ്. രണ്ടാമത്തെ ഘടകം പ്രഷർ. പ്രഷർ നമുക്കറിയാം, സൊലുബിലിറ്റി ഓഫ് ഗ്യാസസ് ഇൻ ലിക്വിഡ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ പ്രഷർ. പ്രഷർ കൂടുന്നതിനനുസരിച്ച് ലിക്വിഡിൽ ലയിച്ചു ചേരുന്ന ഗ്യാസിൻ്റെ ആ സൊലുബിലിറ്റി കൂടിക്കൊണ്ടിരിക്കും. ഇവിടെ ഒരു നിയമം നമുക്ക് പഠിക്കാനുണ്ട്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഇതും ഈക്വിലിബ്രിയത്തിൽ പഠിച്ചതാണ്. അഥവാ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി ഗ്യാസ് in vapor phase P is proportional to the mole fraction of gas chi in the solution. അഥവാ ഒരു ഗ്യാസ് ഒരു ലിക്വിഡ് ലയിക്കും, അങ്ങനെ ചേർന്ന് കഴിഞ്ഞാൽ, അങ്ങനെ ലയിച്ചു കഴിയുമ്പോൾ അവിടെ വേപ്പർ ഫേസിൽ അല്ലെങ്കിൽ വാതകാവസ്ഥയിലുള്ള ഗ്യാസിൻ്റെ പ്രഷർ ഈസ് പ്രപ്പോർഷണൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ ദി സൊല്യൂഷൻ. ആ സൊല്യൂഷനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും. അഥവാ ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ ആ സൊല്യൂഷനിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷന് നേർ അനുപാതത്തിലായിരിക്കും. പാർഷ്യൽ പ്രഷർ പി, എൻ്റെ ഇക്വേഷനാണിത്, മാത്തമാറ്റിക്കൽ ഇക്വേഷനാണിത്. പി ഈസ് ഈക്വൽ ടു KH ഇൻറ്റു കൈ. ഇവിടെ KH എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹെൻറീസ് കോൺസ്റ്റന്റ്. ഇതിനെയാണ് ഹെൻറീസ് ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഹെൻറീസ് കോൺസ്റ്റന്റ് KH, അതിൻ്റെ ചില സവിശേഷതകൾ നമ്മൾ പറയുന്നത്, ഇമ്പോർട്ടൻസ് ഓഫ് KH വാല്യൂ. ഒന്നാമത്തത്, ദ KH വാല്യൂ ഡിപ്പെൻഡ്സ് ഓൺ ദി നേച്ചർ ഓഫ് ദി ഗ്യാസ് ആൻഡ് ടെമ്പറേച്ചർ. ഇതിൻ്റെ KHൻ്റെ വാല്യൂ ടെമ്പറേച്ചറിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ടെമ്പറേച്ചർ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുമ്പോൾ KH വാല്യൂ കൂടും കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ ഗ്യാസ് അഥവാ നൈട്രജൻ്റെ KH വാല്യൂ ആയിരിക്കില്ല ഓക്സിജൻ്റെ KH വാല്യൂ. രണ്ടാമത്തത്, ആസ് ദി KH വാല്യൂ ഇൻക്രീസസ് ദ സൊലുബിലിറ്റി ഓഫ് ദി ഗ്യാസ് ഇൻ ലിക്വിഡ് ഡിക്രീസസ്. KH വാല്യൂ കൂടുന്തോറും ഒരു ഗ്യാസ് ലിക്വിഡിൽ ലയിക്കുന്ന ആ സൊലുബിലിറ്റി കുറയുന്നതായിട്ടാണ് കാണുന്നത്. ഡിഫറൻറ്റ് ഗ്യാസസ് ഹാവ് ഡിഫറൻറ്റ് KH വാല്യൂ അറ്റ് സെയിം ടെമ്പറേച്ചർ. വ്യത്യസ്ത ഗ്യാസുകൾക്ക് ഒരേ ടെമ്പറേച്ചറിൽ
വ്യത്യസ്ത KH വാല്യൂ ആണ്. ഇപ്പോൾ ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും KH വാല്യൂ നമ്മൾ റൂം ടെമ്പറേച്ചറിൽ നോക്കുകയാണെങ്കിൽ രണ്ടും ടെമ്പറേച്ചർ സെയിം ആണ്, പക്ഷെ ഡിഫറെന്റ് ഗ്യാസ് ആണ്. KH വാല്യൂ ഡിഫറെന്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ KH ഈസ് എ ഫങ്ഷൻ ഓഫ് ദി നേച്ചർ ഓഫ് ദി ഗ്യാസ്. ഗ്യാസിന്റെ നേച്ചറിനനുസരിച്ച് KH വാല്യൂ മാറിക്കൊണ്ടിരിക്കും. മറ്റൊന്ന്, KH വാല്യൂ ഇൻക്രീസസ് ആസ് ദ ടെമ്പറേച്ചർ ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ KH വാല്യൂ കൂടും. KH വാല്യൂ കൂടിയാൽ സൊല്യൂബിലിറ്റി കുറയും. ഓക്കെ, നമ്മൾ ആ ഹെൻറീസ് ലോന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കറിയില്ല, ഹെൻറീസ് ലോ ലെഫ്റ്റ് സൈഡിൽ പാർഷ്യൽ പ്രഷറാണ്, അതുപോലെ റൈറ്റ് സൈഡിൽ മോൾ ഫ്രാക്ഷനാണ്. അപ്പോൾ അത് രണ്ടും കൂടി പ്ലോട്ട് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് ഗ്യാസ് വേഴ്സസ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്യാസ് ഇൻ സൊല്യൂഷൻ. ഇവിടെ പാർഷ്യൽ പ്രഷറാണ്. അതോ ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ HCl എന്ന ഗ്യാസ് സൈക്ലോഹെക്സേൻ എന്ന് പറയുന്ന സോൾവെന്റിൽ ലയിപ്പിച്ച്, അപ്പോൾ അവിടെ വ്യത്യസ്ത സമയങ്ങളിലുള്ള പാർഷ്യൽ പ്രഷറും മോൾ ഫ്രാക്ഷനും വെച്ച് ഒരു ഗ്രാഫ് വരയ്ക്കണം. അപ്പോൾ നമുക്കറിയാലോ, ഡയറക്റ്റ്ലി പ്രൊപ്പോർഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കിട്ടേണ്ടത്? ഒരു സ്ട്രൈറ്റ് ലൈൻ ആയിരിക്കും. ആ സ്ട്രൈറ്റ് ലൈൻ ആണ് ഈ കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പാർഷ്യൽ പ്രഷർ മോൾ ഫ്രാക്ഷൻ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്രേ ഉള്ളൂ, partial pressure is directly proportional to mole fraction, so we will get a straight line. പലപ്പോഴും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്, നിങ്ങൾക്കറിയാം, ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, why aquatic species are more comfortable in cold water rather than in warm water. അഥവാ ജലത്തിൽ ജീവിക്കുന്ന അക്വാട്ടിക് സ്പെഷീസിന് തണുത്ത വെള്ളമാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ, അവർക്ക് ജീവിക്കാൻ, ഏതിനേക്കാൾ? വാം വാട്ടർ, ചുടുവെള്ളത്തേക്കാൾ. എന്താണ് കാരണം? നമുക്കറിയാം, കരയിൽ ജീവിച്ചാലും വെള്ളത്തിൽ ജീവിച്ചാലും അവർക്ക് ശ്വസിക്കാൻ എന്ത് വേണം? ഓക്സിജൻ വേണം. അപ്പോൾ വെള്ളത്തിൽ ജീവിക്കുന്ന ജീവികള് ഓക്സിജൻ ഉപയോഗിക്കുന്നത് ആ വെള്ളത്തിൽ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജനാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ എത്രമാത്രം ഓക്സിജൻ കണ്ടന്റ് ഉണ്ടോ അത്രമാത്രം അവർക്ക് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, KH വാല്യൂ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് KH വാല്യൂ കൂടും എന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ KH വാല്യൂ കൂടിയാൽ എന്ത് സംഭവിക്കും? സൊല്യൂബിലിറ്റി ഡിക്രീസ്, സൊല്യൂബിലിറ്റി കുറയുന്നും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ നമ്മളൊന്ന് അപ്ലൈ ചെയ്യുക. വാം വാട്ടർ ആണ്, ചുടുവെള്ളമാണ്. അപ്പൊ എന്ത് സംഭവിക്കും? അതിലുള്ള ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. അപ്പൊ ചുടുവെള്ളത്തിൽ ഓക്സിജന്റെ KH വാല്യൂ കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും അവിടെ ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് കുറവായിരിക്കും. അതേസമയം കോൾഡ് വാട്ടറിലേക്ക് വരികയാണെങ്കിൽ ഓക്സിജന്റെ KH വാല്യൂ കുറവായിരിക്കും. അപ്പൊ സൊല്യൂബിലിറ്റി, ലയിച്ചു ചേർന്നിരിക്കുന്ന ഓക്സിജന്റെ അളവ് കൂടുതലുമായിരിക്കും. അപ്പോൾ കോൾഡ് വാട്ടറിലായിരിക്കും കൂടുതൽ ഓക്സിജൻ. അതുകൊണ്ടാണ് അത് മോർ കംഫർട്ടബിൾ എന്ന് പറയുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് അപ്ലിക്കേഷൻസ് ഓഫ് ഹെൻറീസ് ലോ. പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്, ഈ ഹെൻറീസ് ലോന്റെ നിത്യജീവിതത്തിൽ അതിൻ്റെ എന്തെങ്കിലും ഉപയോഗങ്ങൾ അല്ലെങ്കിൽ അപ്ലിക്കേഷൻസ് ഉണ്ടോ? നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരമായിട്ട് കാണുന്ന ഒരു അപ്ലിക്കേഷനാണ് ഒന്നാമത്തത്, ടു ഇൻക്രീസ് ദ സൊല്യൂബിലിറ്റി ഓഫ് CO2 ഇൻ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആൻഡ് സോഡ വാട്ടർ. ദ ബോട്ടിൽ ഈസ് സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. നമ്മൾ സോഡ വാട്ടർ കുടിക്കാറുണ്ട്, അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളെ പെപ്സി, കോള, 7up, തംസപ്പ്, ഇതിലൊക്കെ ഏത് ഗ്യാസാണുള്ളത്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ എത്രമാത്രം കാർബൺ ഡൈ ഓക്സൈഡ് അതിലുണ്ടോ, അപ്പൊ അതാണ് അതിൻ്റെ, നമ്മളത് പൊട്ടിക്കുന്ന സമയത്ത്, അതിൻ്റെ ലിഡ് പൊട്ടിക്കുന്ന സമയത്ത് ബബിൾസ് വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂട്ടാൻ വേണ്ടി നമുക്കറിയാം, ആ കുപ്പികൾ പരിശോധിച്ചാൽ ബോട്ടിൽ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ, അത് ഹൈ പ്രഷറിൽ സീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ എന്താണ് അവിടെ കാരണം? എത്രമാത്രം പ്രഷർ കൊടുക്കുന്നോ, P പ്രപ്പോർഷണൽ X, എത്രമാത്രം പ്രഷർ കൊടുക്കുന്നോ അത്രമാത്രം അതിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടും. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക് ആയാലും സോഡ വാട്ടർ ആയാലും അതിന്റെ ഒക്കെ ബോട്ടിൽ ഒന്നായി ഹൈ പ്രഷറിൽ സീൽ ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ സൊല്യൂബിലിറ്റി കൂട്ടാൻ വേണ്ടി. അതുപോലെ മറ്റൊരു വിഷയമാണ് അറ്റ് ഹൈ ആൾട്ടിറ്റ്യൂഡ്സ്, ഉയർന്ന പ്രദേശങ്ങളിൽ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഈസ് ലെസ് ദാൻ ദാറ്റ് അറ്റ് ദി ഗ്രൗണ്ട് ലെവൽ. നമുക്കറിയാം, മുകളിലേക്ക് പോകുന്നതോറും എന്താണ്? പ്രഷർ കുറവാണ്.
This leads to low concentration of oxygen in the blood and tissues of people living at high altitudes or climbers. അപ്പം മുകൾ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഈ ക്ലൈംബേഴ്സ് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഈ പർവ്വതാരോഹകരൊക്കെ ഉണ്ടല്ലോ, പർവ്വതം കീഴടക്കുന്ന ആളുകളൊക്കെ. അപ്പം അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ശരീരത്തിലെ ബ്ലഡിലും ടിഷ്യൂസിലും ഓക്സിജന്റെ അളവ് കുറയുന്നതായിട്ട് കാണും. അങ്ങനെ വന്നാൽ ദിസ് മേക്സ് ദം വീക്ക്, അത് അവരെ ശാരീരികമായിട്ട് ബലഹീനപ്പെടുത്തും. ആൻഡ് അണേബിൾ ടു തിങ്ക് ക്ലിയർലി, അവരുടെ ചിന്താശക്തി അത് ബാധിക്കും. വിച്ച് ലീഡ്സ് ടു എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് അനോക്സിയ. അപ്പോൾ ആ കണ്ടീഷനെ നമ്മൾ മെഡിക്കൽ ഫീൽഡിൽ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇപ്പം നമ്മൾ താഴ്ഭാഗത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ഓക്സിജൻ നമ്മൾ സ്വീകരിക്കുന്നു, അല്ലെ, ശ്വസിക്കുന്നു. പക്ഷെ നമ്മളറിയാതെ ഓക്സിജൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ബ്ലഡിൽ ലയിക്കുന്നുണ്ട്. അവിടെ ആരാണ് പ്രഷർ കൊടുക്കുന്നത്? ഓക്സിജൻ ഗ്യാസ് ആണ്, ബ്ലഡ് ലിക്വിഡാണ്. അപ്പോൾ പ്രഷർ വേണം. നമ്മളറിയാതെ ആരാണ്? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. നമ്മുടെ തലയ്ക്ക് നമ്മൾ അറ്റ്മോസ്ഫിയർ കണ്ടമാനുണ്ട്. അപ്പോൾ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് എന്ത് ചെയ്യുന്നു? ഓക്സിജൻ നന്നായിട്ട് ലയിക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു? കൂടുതൽ ഓക്സിജൻ കിട്ടുന്നു. നമ്മുടെ ശരീര പ്രവർത്തനത്തിന് അത് ഉപയോഗപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നല്ല വായു സഞ്ചാരമുള്ള സ്ഥലങ്ങളിലേക്ക് കടക്കാൻ പാടുള്ളൂ, നിൽക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറയുന്നത്. അതേസമയം ഈ ക്ലൈംബേഴ്സ് അല്ലെങ്കിൽ മുകൾ ഭാഗത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ആണ് സംഭവിക്കുക. മുകളിലേക്ക് പോകുന്നതോറും പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അവരുടെ ശരീരത്തിലെ ബ്ലഡിൽ അലിഞ്ഞു ചേരുന്ന ഓക്സിജന്റെ കണ്ടന്റ് കുറഞ്ഞു പോകും. അങ്ങനെ കണ്ടന്റ് കുറഞ്ഞു പോകുമ്പോൾ അവരുടെ ബോഡി വീക്കാകും, അവരുടെ തിങ്കിങ് പവർ കുറയും. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് അനോക്സിയ. അപ്പൊ ഇവിടെ ഹെൻറീസ് ലോ കാണുന്നുണ്ട്. കാരണം എന്താ? ഹെൻറീസ് ലോ പറഞ്ഞത് പ്രഷർ കൂടിയാൽ സൊല്യൂബിലിറ്റി കൂടും, പ്രഷർ കുറഞ്ഞാൽ സൊല്യൂബിലിറ്റി കുറയുമെന്നാണ്. മൂന്നാമത്തെ അപ്ലിക്കേഷൻ ആണ് ടു അവോയ്ഡ് ബെൻസ്. ഈ ബെൻസ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു മെഡിക്കൽ കണ്ടീഷൻ. അതെന്താ നമ്മൾ പിന്നെ പറയാം. ടു അവോയ്ഡ് ബെൻസ്, ഈ ബെൻസ് എന്ന് പറയുന്ന ഈ മെഡിക്കൽ കണ്ടീഷൻ ഒഴിവാക്കാൻ ദ ടാങ്ക്സ് യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ്. സ്ക്യൂബ ഡൈവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ കടലിന്റെ അടിത്തട്ടിലൊക്കെ പഠനം നടത്തുന്ന ആളുകൾ. അവർ സാധാരണ നമുക്കറിയാലോ ഓക്സിജൻ സിലിണ്ടറുമായിട്ടാണ് പോവുക. അപ്പോൾ അവരുടെ ശരീരത്തിന്റെ ബാക്ക് ഭാഗത്തൊരു ടാങ്ക് ഘടിപ്പിച്ചിട്ടുണ്ടാവും. അതിൽ ഓക്സിജനാണ്. സത്യത്തിൽ അതിൽ ഓക്സിജൻ മാത്രമല്ല, അതാണ് പറയുന്നത്. ദ ടാങ്ക് യൂസ്ഡ് ബൈ സ്ക്യൂബ ഡൈവേഴ്സ് ആർ ഫിൽഡ് വിത്ത് എയർ. എയർ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ഉണ്ട്, ഡയലൂട്ടഡ് വിത്ത് ഹീലിയം. അത് ഹീലിയവുമായി ഡയലൂട്ട് ചെയ്ത എയർ നിറച്ച ടാങ്കുമായിട്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് പോകുന്നത്. ഒന്നും കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ ആ ടാങ്കിനകത്ത് 11.7% ഹീലിയം ഉണ്ട്, 56.2% നൈട്രജൻ ഉണ്ട്, 32.1% ഓക്സിജൻ ഉണ്ട്. ശരിക്കും ഓക്സിജൻ മതിയല്ലോ. അപ്പോൾ ഓക്സിജന് പുറമെ നൈട്രജനും ഹീലിയവും ചേർന്ന, ഇത് മൂന്നും കൂടി ചേർന്ന, ഇവ തമ്മിൽ നോൺ റിയാക്ടിങ് ഗ്യാസസ് ആണ്. ഇത് മൂന്നും ചേർന്ന ഗ്യാസുകൾ നിറച്ച ഒരു ടാങ്കുമായിട്ടാണ് സ്ക്യൂബ ഡൈവേഴ്സ് പോകുന്നത്. അത് എന്തിനു വേണ്ടിയാണ്? ബെൻഡ് എന്ന് പറയുന്ന ആ ഒരു മെഡിക്കൽ കണ്ടീഷൻ, അത് വളരെ പെയിൻഫുൾ ആയിട്ടൊരു കണ്ടീഷനാണ്, അത് ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മൂന്നാമത്തെ അപ്ലിക്കേഷൻ ഇത് പറഞ്ഞാൽ മതി. ടു അവോയ്ഡ് ബെൻസ്, the tanks used by scuba divers are filled with air diluted with helium. ഇനി എന്താണ് ഈ ബെൻഡ്? അതാണ് നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ അല്ല, ഈ ബെൻഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയാണ്. ഇൻക്രീസ്ഡ് പ്രഷർ അറ്റ് ബോട്ടം ലെവൽ ഓഫ് സീ. അഥവാ ഈ സ്കൂബ ഡൈവേഴ്സ് താഴ്ഭാഗത്തേക്ക് പോകണം. അപ്പോൾ പോകുമ്പോൾ എന്ത് സംഭവിക്കും? അവരുടെ മുകളിൽ വെള്ളം, അല്ലെ, വെള്ളത്തിന്റെ കണ്ടന്റ് വളരെ കൂടി താഴേക്ക് പോകുന്തോറും അവരുടെ ശരീരത്തിന്റെ മുകളിൽ വെള്ളം ചെലുത്തുന്ന പ്രഷർ കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ ഇൻക്രീസ്ഡ് പ്രഷർ വളരെ കൂടുതലായിരിക്കും. എവിടെ? കടലിന്റെ അടിത്തട്ടിലേക്ക് പോകുന്തോറും. അപ്പൊ എന്ത് സംഭവിക്കും? ആ ഹൈ പ്രഷർ ഇൻക്രീസസ് ദ സൊല്യൂബിലിറ്റി ഓഫ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് ഇൻ ദി ബ്ലഡ് ഓഫ് സ്ക്യൂബ ഡൈവേഴ്സ്. ഈ സ്ക്യൂബ ഡൈവേഴ്സിന്റെ അവരുടെ ബ്ലഡിനകത്ത് ലയിച്ചു ചേരുന്ന അറ്റ്മോസ്ഫിയറിക് ഗ്യാസിന്റെ അളവിനെ അല്ലെങ്കിൽ അതിന്റെ സൊല്യൂബിലിറ്റിയെ വർദ്ധിപ്പിക്കും. അത് അവരുടെ ശരീരത്തിൽ കൂടുതൽ ഓക്സിജനും കൂടുതൽ നൈട്രജനും ഒക്കെ എന്ത് ചെയ്യും? ലയിച്ചു ചേരും. കാരണം പ്രഷർ കൂടുതലാണ്. പക്ഷേ വെൻ ദേ കം ടുവേർഡ് സർഫസ്,
അപ്പൊ അവിടുത്തെ പ്രവർത്തനം കഴിഞ്ഞ് അവർ തിരിച്ച് പതിയെ പോരുമ്പോൾ വെള്ളത്തിന്റെ ആ പ്രഷർ കുറഞ്ഞ് 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 അവരെവിടെ എത്തും? സമുദ്രത്തിന്റെ സർഫസിൽ എത്തുമ്പോൾ ഇതിന് നേർ ഓപ്പോസിറ്റ് ഇഫക്റ്റ് നടക്കും. ദ പ്രഷർ ഗ്രാജുവലി ഡിക്രീസസ്. പ്രഷർ പതിയെ കുറഞ്ഞ് 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 സർഫസിൽ എത്തുമ്പോൾ പെട്ടെന്നാണ് കുറയും. അപ്പൊ എന്ത് സംഭവിക്കും? നേരത്തെ സംഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യങ്ങൾ സംഭവിക്കും. ദിസ് റിലീസസ് ദ ഡിസോൾവ്ഡ് ഗ്യാസസ്. നേരത്തെ ഡിസോൾവ് ചെയ്ത ഗ്യാസുകളൊക്കെ റിലീസ്. നേരത്തെ ഡിസോൾവ് ചെയ്ത് ലിക്വിഡ് ഫോമിലായിരുന്നു, അതൊക്കെ തിരിച്ച് ഗ്യാസ് ആയിട്ട് മാറും. ആൻഡ് ലീഡ്സ് ടു ദി ഫോർമേഷൻ ഓഫ് ബബിൾസ് ഓഫ് നൈട്രജൻ ഇൻ ദി ബ്ലഡ്. അപ്പോൾ ഓക്സിജൻ അവർ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ നൈട്രജനൊക്കെ എന്ത് ചെയ്യും? തിരിച്ച് നൈട്രജൻ ഗ്യാസ് ആയിട്ട് മാറി അത് നമ്മുടെ ശരീരത്തിൽ ഗ്യാസ് എന്ന് പറഞ്ഞ ബബിൾസ് രൂപപ്പെടും. ആ ബബിൾസ് ദിസ് ബ്ലോക്സ് ദ കാപ്പിലറീസ്. നമ്മുടെ ശരീരത്തിലുള്ള വളരെ ചെറിയ ബ്ലഡ് വെസൽസിലൊക്കെ ഉള്ള ചെറിയ ചെറിയ സുഷിരങ്ങൾ കാപ്പിലറീസിനെ അത് ബ്ലോക്ക് ചെയ്യും. അതാ കാപ്പിലറീസ് പോയി അത് നിൽക്കും. ഇറ്റ് ക്രിയേറ്റ്സ് എ മെഡിക്കൽ കണ്ടീഷൻ നോൺ ആസ് ബെൻഡ്. അപ്പൊ അങ്ങനെ ആ ബ്ലോക്ക് ചെയ്യുമ്പോൾ ആ ഉണ്ടാകുന്ന മെഡിക്കൽ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ്. അങ്ങനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ വിച്ച് ആർ പെയിൻഫുൾ ആൻഡ് ഡേഞ്ചറസ് ടു ലൈഫ്. അത് അവർക്ക് വളരെ പെയിൻഫുൾ ആയ ഒരു കണ്ടീഷൻ ആയിരിക്കും. അത് അവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഡേഞ്ചർ ആയ കണ്ടീഷൻ. ആ കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് ബെൻഡ് എന്ന് പറയും. അപ്പൊ എന്താണ് ബെൻഡ് എന്ന് ചോദിച്ചാല്, സ്ക്യൂബ ഡൈവേഴ്സ് സമുദ്രാടിത്തട്ടിലേക്ക് പോകുന്തോറും പ്രഷർ കൂടിക്കൂടി വരികയാണ്. അപ്പൊ അവരുടെ ശരീരത്തിൽ ലയിച്ചു ചേരുന്ന അറ്റ്മോസ്ഫിയറിക് ഗ്യാസസിന്റെ അളവ് കൂടുതലായിരിക്കും. അവർ തിരിച്ചു വരുമ്പോൾ, സർഫസിലേക്ക് വരുമ്പോൾ പ്രഷർ പതിയെ പതിയെ കുറയുന്നു. നേരത്തെ ലയിച്ചു ചേർന്ന ഗ്യാസുകളെല്ലാം തിരിച്ച് ഗ്യാസായിട്ട് മാറും. പ്രത്യേകിച്ച് നൈട്രജൻ ഗ്യാസ്. ആ നൈട്രജൻ ഗ്യാസ് ബബിൾസ് ആയിട്ടാണ് മാറുന്നത്. ആ ബബിൾസ് നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ചെറിയ ചെറിയ കാപ്പിലറീസിനെ ബ്ലോക്ക് ചെയ്യും. അത് അവർക്ക് വളരെയധികം പെയിൻ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. അതവരുടെ ജീവിതത്തിനെ ബാധിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയാണ് ബെൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെയാണ് നമ്മളെ ഹെൻറീസ് ലോന്റെ അപ്ലിക്കേഷൻ. അപ്പൊ ഈ അവസ്ഥ ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടി അവരെന്ത് ചെയ്യാണ്? ദേ ആർ യൂസിങ് എ ടാങ്ക്. അവർ ടാങ്ക് ഉപയോഗിക്കുന്നു. ഡയലൂട്ടഡ് ടാങ്ക് ഫിൽഡ് ബൈ എയർ. എയർ മാത്രമല്ല, കാരണം എയർ മാത്രമാണെങ്കിൽ ആ എയർ എന്ത് ചെയ്യും? ശ്വസിച്ച് തീരും. പക്ഷേ എയറിന്റെ കൂടെ ഹീലിയവും അതുപോലെ നൈട്രജനും ഒക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ചേർത്തിട്ടുണ്ട്. അപ്പൊ ഈ നൈട്രജനും ഹീലിയം ഒന്നും എന്ത് ചെയ്യുന്നില്ല? അവർ ശ്വസിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നില്ല. അതവർ തിരിച്ചു വരുമ്പോൾ എന്ത് തന്നെ ഉണ്ടായിരിക്കും? ആ ടാങ്കിനകത്ത് തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ അതിന്റെ ഒരു ഭാരം അവരുടെ ശരീരത്തിൽ അപ്പോഴും അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ സർഫസിലേക്ക് വരുമ്പോൾ പ്രഷറിൽ ഉണ്ടാകുന്ന കുറവിനെ ഒരു പരിധി വരെ ഈ ടാങ്കിലുള്ള ഈ ഗ്യാസിന്റെ ഭാരം കൊണ്ട് അവർക്ക് മറികടക്കാൻ കഴിയും. അതാണ് ടു അവോയ്ഡ് ബെൻസ്. ബെൻസിനെ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് എയറിന്റെ കൂടെ ഹീലിയവും മിക്സ് ചെയ്ത ആ ടാങ്ക് അവർ കൊണ്ടുപോകുന്നത്.